ആംബുലൻസ് ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ ഇനിയിപ്പോൾ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൃതദേഹം ഏറ്റുവാങ്ങുക. അവരാണ് ഒരു അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു കാര്യമാണ്. മറ്റ് ചടങ്ങുകളൊന്നും യഥാർത്ഥത്തിൽ ഇവിടെ നിശ്ചയിച്ചിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഔദ്യോഗികമായി മൃതദേഹം ഏറ്റുവാങ്ങുക, ഒരു അന്തിമോപചാരം അർപ്പിക്കാനുള്ളൊരു ചെറിയ അവസരം എന്നിവയാണ് ഇവിടെ നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റ് ക്രമീകരണങ്ങൾ മറ്റേതെങ്കിലും നിലയ്ക്ക് ഒരുക്കിയിട്ടില്ല. അഴിയൂരിലേക്ക് എത്തിയിട്ടുണ്ട്, അഴിയൂരിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ആ വാഹനവ്യൂഹവും ആംബുലൻസും ഇപ്പോൾ അഴിയൂരിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ മന്ത്രി എ കെ ശശീന്ദ്രനൊപ്പം MLA-മാരായ തോട്ടത്തിൽ രവീന്ദ്രനൊപ്പം കെ രമ, ഒപ്പം കോഴിക്കോട് ജില്ലാ കളക്ടർ എന്നിവർ ഉൾപ്പെടുന്ന സംഘമാണ് അവർ ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്നത്. അതിനുശേഷം ഇവിടെ അവർ അന്തിമോപചാരം അർപ്പിക്കുമ്പോൾ ഇവിടെ കുറച്ച് ആളുകൾ കൂടി കാത്തുനിൽപ്പുണ്ട്. അവർക്ക് കൂടി ഒന്ന് അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു അവസരം വേണം എന്ന് അവർ ആഗ്രഹിക്കുകയും ഇവിടെ അവർ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. അവരുടെ താല്പര്യവും വികാരവും പരിഗണിച്ച് അവർക്ക് കൂടി മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നേരെ കോഴിക്കോടേക്ക് പോവുകയാണ്. അതിനുശേഷം അടിക്കലിലേക്കാണ്. പുള്ളാടിക്കുന്നിൽ അവിടെ ഒരു ലോറി ഡ്രൈവർമാർക്ക് ഒരു അവസരം അന്തിമോപചാരം അർപ്പിക്കാൻ കൊടുക്കും. അതിന് ശേഷം വിലാപയാത്രയെ നേരെ വീട്ടിലേക്ക് പോകും. നമുക്ക് കർണാടക പോലീസിൻ്റെ സംഘം അനുഗമിക്കുന്നുണ്ട്. കേരള പോലീസ് ടീം സംസ്ഥാന അതിർത്തിയിൽ നിന്ന് തന്നെ മൃതദേഹം ഏറ്റുവാങ്ങിയതാണ്. അവർ കൂടി ഈ നിലയിലേക്ക് ഇവിടെ അനുഗമിക്കുന്നുണ്ട്. തുടർച്ചയായി അങ്ങോട്ടേക്ക് പോകും. ഒപ്പം അർജുൻ്റെ സഹോദരൻ, ഒപ്പം അർജുൻ്റെ സഹോദരി ഭർത്താവ് എന്നിവരും ഉണ്ട്. അവരോട് ഒക്കെ ഒരു ആശയവിനിമയം മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്നു. കർണാടക നേരത്തെ സതീഷ് കൃഷ്ണ സെയിൽ അവരുടെ ഒരു കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു തുക കൈമാറിയിരുന്നു, ചെറിയൊരു തുക കൈമാറിയിരുന്നു. അതുൾപ്പെടെയുണ്ട്. ഒപ്പം ഇതേ വാഹനത്തിൽ തന്നെയാണ് അർജുൻ്റെ സഹോദരി ഭർത്താവും ഒപ്പം സഹോദരനും അനുജനും വാഹനത്തിൽ തന്നെ അനുഗമിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് ആണുള്ളത്. അവരുമായിട്ടൊക്കെ ഒരു ആശയവിനിമയം ഒന്ന് മന്ത്രിയും മറ്റുമൊക്കെ നടത്തുകയാണ്. ഒപ്പം MLA സതീഷ് കൃഷ്ണ സെയിൽ MLA ഉൾപ്പെടെയുള്ള MLA, ഒപ്പം മഞ്ചേശ്വരം MLA ഒക്കെ ഉണ്ട്. അവരും ഈ നിലയ്ക്ക് ഈ ടീമിനോടൊപ്പം തന്നെ ഉണ്ട് എന്നതാണ്. അങ്ങനെ കേരളത്തിൻ്റെ ഒരു ശരിയാണ്. ഇപ്പോൾ വിലാപയാത്ര അഴിയൂരിൽ എത്തിയിരിക്കുകയാണ്. കോഴിക്കോട് കണ്ണൂർ അതിർത്തിയിലാണ്. അവിടെ വെച്ച് മന്ത്രി എ കെ ശശീന്ദ്രൻ അടക്കമുള്ളവർ ചേർന്ന് മൃതദേഹം ഔദ്യോഗികമായി ഏറ്റുവാങ്ങുകയായിരുന്നു. ഇനിയും മൃതദേഹം കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിലേക്കാണ്. മന്ത്രി എ കെ ശശീന്ദ്രനൊപ്പം തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉണ്ട്, KK രമ MLA ഉണ്ട്, കോഴിക്കോട് ജില്ലാ കളക്ടറുണ്ട്. ഔദ്യോഗികമായി അവർ ആ മൃതദേഹം ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഇനി കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിലേക്കാണ്. ഈശ്വർ മാൽപ്പയെ ദൃശ്യങ്ങളിൽ കാണാം. ആംബുലൻസിൻ്റെ മുൻസീറ്റിൽ ഈശ്വർ മാൽപ്പയുണ്ട്. ആ ആംബുലൻസിനെ അനുഗമിക്കുന്ന സംഘത്തിൽ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലുണ്ട്. ഒപ്പം അർജുൻ്റെ ബന്ധുക്കൾ ജിതിനടക്കം മൃതദേഹത്തിനൊപ്പമുണ്ട്. അങ്ങനെ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് വിലാപയാത്ര ആംബുലൻസ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിലാപയാത്ര കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കുന്നു. കോഴിക്കോട് കണ്ണൂർ അതിർത്തിയായ അഴിയൂർ പിന്നിട്ടിപ്പോൾ വിലാപയാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. അഴിയൂരിൽ നിന്ന് വിലാപയാത്ര കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിച്ച് ഉള്ള യാത്രയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കണ്ണാടിക്കലിലെ വീട്ടിൽ നിരവധി പേർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നേരം പുലർന്നു വരുന്നേയുള്ളൂ. ഔദ്യോഗികമായി തന്നെ മന്ത്രിയുടെ നേതൃത്വത്തിൽ വിലാപയാത്ര അവിടെ എത്തിയതോടെ മൃതദേഹം ഏറ്റുവാങ്ങുന്ന ഒരു ഔദ്യോഗിക ചടങ്ങ് മാത്രമാണ് ഇപ്പോൾ നടന്നത്. അതിനുശേഷം മന്ത്രിയും കൂട്ടരും മടങ്ങുകയാണ്. അവരും കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് തന്നെയാണ് പോവുക. വിലാപയാത്രയെ അനുഗമിച്ച് നിരവധി പേരുണ്ട്. അതോടൊപ്പം തന്നെ വിവിധയിടങ്ങളിൽ മൃതദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഏറ്റവും അടുത്തൊരു ബന്ധുവിനെ പോലെ, സഹോദരനെ പോലെ, മകനെ പോലെയൊക്കെ ഇത്രയും ദിവസം, ഈ 72 ദിവസം കൊണ്ട് ഇതിപ്പോൾ 74-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അർജുനെ ഒരു നോക്ക് കാണാനായി അങ്ങനെ എത്തുന്ന നിരവധി പേരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സജോ വീണ്ടും നമുക്കൊപ്പം ചേരുന്നുണ്ട്. സജോ, നേരം പുലർന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ നിരവധി പേർ വിലാപയാത്ര അനുഗമിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഒരു നോക്ക് കാണാനായി കാത്തിരിക്കുന്നവരുടെ ദൃശ്യങ്ങളും കാണുന്നുണ്ട്. ഇപ്പോൾ ഔദ്യോഗികമായി മൃതദേഹം ഏറ്റുവാങ്ങുന്ന ആ ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു. വിലാപയാത്ര വീണ്ടും തുടരുന്നു. മന്ത്രിയും കൂട്ടരും അങ്ങോട്ട് തന്നെ അതിനൊപ്പം തന്നെ അനുഗമിക്കുകയാണോ അതോ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് തിരിക്കുകയാണോ? സ്മിത, ഇവിടെ ഒപ്പം ചേർന്നവർ, അതായത് ഇവിടെ മൃതദേഹം ഏറ്റുവാങ്ങിയ ആളുകളെല്ലാവരും നേരെ അനുഗമിക്കുക മൃതദേഹത്തെ, അതായത് കളക്ടറും MLA-മാരും മന്ത്രിയുമെല്ലാം
അനുഗമിക്കുകയാണ്, ആംബുലൻസിനെ അനുഗമിക്കുകയാണ്. ഒപ്പം നിലവിൽ കർണാടക പോലീസും ഒപ്പം കേരള പോലീസിൻ്റെ വാഹനവുമുണ്ട്. ഒപ്പം MLA മാർ, കാർവാർ MLA, ഒപ്പം മഞ്ചേശ്വരം MLA എന്നിവരുൾപ്പെട്ട ആളുകൾ എല്ലാവരും ഈ മൃതദേഹത്തെ അല്ലെങ്കിൽ ആംബുലൻസിനെ അനുഗമിക്കുകയാണ്. അതാണിപ്പോൾ നടക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക്, അതായത് അവിടെ അന്തിമോപചാരം അർപ്പിക്കാൻ നാട്ടുകാരായ കുറേയധികം ആളുകൾ എത്തിയിരുന്നു. അവർ ഇവിടെ നിന്ന് ചെറിയൊരു നിലയ്ക്കുള്ള അന്തിമോപചാരം അർപ്പിക്കാനുള്ള അല്പസമയമാണ്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിലാപയാത്ര ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. ജില്ലാ അതിർത്തിയായ അഴിയൂർ പിന്നിട്ട് വിലാപയാത്ര ഇപ്പോൾ കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് നീങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. ജില്ലാ അതിർത്തിയിൽ വെച്ച് മന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങുകയായിരുന്നു. തോട്ടത്തിന്റെ രവീന്ദ്രൻ MLA-യും KK രമ MLA-യും കോഴിക്കോട് ജില്ലാ കളക്ടറും സംഘത്തിനൊപ്പമുണ്ടായിരുന്നു. വിലാപയാത്ര ഇപ്പോൾ കോഴിക്കോട് കണ്ണാടിക്കലിലേക്ക് നീങ്ങുന്നു. മന്ത്രി ഉൾപ്പെടെ ഉള്ള സംഘം ഇപ്പോൾ അവരെ അനുഗമിക്കുന്നുണ്ട്. ഈശ്വർ മാൽപേ ആ ആംബുലൻസിൽ മുൻസീറ്റിൽ തന്നെയുണ്ട്. കാർവാർ MLA ഉണ്ട്. ജിതിനടക്കമുള്ള ബന്ധുക്കളുണ്ട്. അങ്ങനെ വിലാപയാത്ര കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കർണാടക പോലീസിൻ്റെ ഒരു സംഘവും ആ മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. അങ്ങനെ കോഴിക്കോട് കണ്ണാടിക്കലിലേക്ക് അർജുൻ മടങ്ങി വരികയാണ്. കേരളം ഒരുപക്ഷെ ഇത്രയ്ക്ക് വേദനിച്ച നിമിഷമുണ്ടായിട്ടില്ല, ഇത്രയ്ക്ക് ആശങ്കപ്പെട്ട നിമിഷമുണ്ടായിട്ടില്ല. വിലാപയാത്ര കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു.